പ്രതിപക്ഷം ശക്തമായ പ്രതിരോധമുയർത്തിയ ലോക്സഭയിൽ നിന്ന് ഇറങ്ങിയോടിയ പ്രധാനമന്ത്രി മോദി പോയി നിന്നത് രാജ്യസഭയിലാണ്. കട്ട ഹീറോയിസം കാട്ടാൻ 56 ഇഞ്ച് നെഞ്ചളവുള്ള മോദി എന്തുകൊണ്ടാണ് രാജ്യസഭ തെരഞ്ഞെടുത്തതെന്നാണ് ചോദ്യം. ലോക്സഭയിൽ ഇനി വായി തുറന്നാൽ കോൺഗ്രസ് വലിച്ചു കീറി ഒട്ടിക്കുമെന്ന ബോധ്യം മോദിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകാതെ അവിടെ പോയി നേതാവാകാൻ മോദി ശ്രമിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനിടെ പലതവണ ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ഇടപെടാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഒടുവിൽ രാജ്യസഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തുകയായിരുന്നു ചെയ്തത്. എതിർസ്വരം ഉയരാൻ അനുവദിക്കാതെ താൻ പറയുന്ന കാര്യങ്ങളെ, വസ്തുതകളെ പ്രതിപക്ഷത്തിന് ചോദ്യം ചെയ്യാൻ അവസരം നൽകാതെ താൻ മാത്രം പ്രസംഗിക്കുമെന്ന ശൈലിയിൽ രാജ്യസഭയിൽ പെരുമാറിയ പ്രധാനമന്ത്രി പ്രതിപക്ഷം ഇറങ്ങിപ്പോയപ്പോൾ ഉന്നയിച്ചത് മറ്റൊരു ആരോപണമാണ്. സത്യം കേൾക്കാൻ കഴിയാതെ അവർ ഓടി ഒളിക്കുകയാണെന്നാണ് മോദി പറഞ്ഞത്. സാമാന്യ യുക്തിയിൽ ചിന്തിക്കുന്നവർക്ക് കാര്യം മനസ്സിലാകുമെന്നിരിക്കെ പ്രതിപക്ഷത്തെ അടിച്ചു തകർത്ത് മോദിയുടെ പ്രസംഗമെന്നൊക്കെ എഴുതാൻ ധാരാളം BJP ഭക്തരായ മാധ്യമങ്ങൾ ഉള്ളിടത്തോളം മോദി സ്റ്റാർ ആയി തന്നെ നിലനിൽക്കും. എന്നാൽ ലോക്സഭയിൽ അസ്വസ്ഥതയോടെ ഇരുന്ന മാറിമറിഞ്ഞ മുഖഭാവത്തോടെ താൻ സ്വയം അണിഞ്ഞ ആചാര്യഭാവം പലപ്പോഴും നഷ്ടപ്പെട്ട നരേന്ദ്രമോദിയുടെ ശരീരഭാഷ തന്നെ വലിയ തോൽവിയുടേതാണ്. 543-ൽ 99 മാർക്ക് വാങ്ങിയ ബാലക് ബുദ്ധി മോദി സർക്കാരിനെ വിറപ്പിക്കുന്നുണ്ടെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. രാഹുലിനെ വിശേഷിപ്പിക്കാൻ മോദി ഉപയോഗിച്ച വാക്കാണ് ബാലക് ബുദ്ധി. 250 സീറ്റ് നേടാൻ 1984 ശേഷം കഴിയാത്ത കോൺഗ്രസിനെ പിന്നെ എന്തിനാണ് ഇത്ര ഭയക്കുകയും അതിന്റെ നേതാവിനെ കൊച്ചാക്കുകയും കാലം ഇത്ര കഴിഞ്ഞിട്ടും ആദ്യ പ്രധാനമന്ത്രി നെഹ്റുവിനെതിരെ ഇപ്പോഴും യുദ്ധം നടക്കുകയുമാണ് മോദി പരിവാർ ചെയ്യുന്നത്. അബ് കി ബാർ 400 പാർ എന്ന് പറഞ്ഞിട്ട് 240-ൽ ലാൻഡ് ചെയ്തിട്ടും ജനങ്ങൾ വീണ്ടും അംഗീകരിച്ചതിൽ അഭിമാനമെന്ന് പറയാൻ മോദിക്ക് യാതൊരുവിധ നാണക്കേടും തോന്നുന്നില്ല. മോദി കള്ളം പറയുന്നത് നിർത്തണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഭരണഘടനയെ ഇന്ത്യ മുന്നണി അവഹേളിക്കുന്നു എന്നാണ് ഭരണപക്ഷം പറയുന്നത്. പ്രതിപക്ഷ നേതാവിനെ മിണ്ടാൻ അനുവദിക്കാതെ റേഡിയോ പ്രഭാഷണം നടത്തുന്ന പ്രധാനമന്ത്രിയെ കേട്ടിരിക്കണമെന്നാണ് BJP പറയുന്നത്. ലോക്സഭയിൽ ഇത്രയും കാലം പ്രതിപക്ഷത്തെ മിണ്ടാൻ അനുവദിക്കാതെ ബഹളം വെച്ചവർ അവർ ബലാബലം എത്തിയതോടെ പറയുകയാണ് പ്രധാനമന്ത്രിയെ പ്രതിപക്ഷം സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന്. അയോധ്യയടക്കം നൽകിയ തിരിച്ചടിയുടെ വ്യാപ്തി BJPയെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഏകാധിപത്യത്തിൽ നിന്ന് കൂട്ടുകക്ഷി മന്ത്രിസഭയിലേക്ക് എത്തിയതിന്റെ വിഭ്രാന്തി മോദിയെ കുറച്ചൊന്നുമല്ല അലട്ടുന്നത്. ജനാധിപത്യത്തിന്റെ ശക്തി എന്തെന്ന് വോട്ടർമാർ കാണിച്ചു കൊടുത്തതാണ്. 52-ൽ നിന്ന് ഒരു പാർട്ടി 100-ലേക്ക് എത്തിയതും 303-ൽ നിന്ന് ഒരു പാർട്ടി 240-ലേക്ക് താഴ്ന്നതെന്നും മോദി ഭക്തർ അംഗീകരിക്കുന്നില്ല. വരുന്ന തെരഞ്ഞെടുപ്പോടുകൂടി തോൽവി പൂർണ്ണമാകുമ്പോൾ കുഴിച്ചു മൂടിയതെല്ലാം ഒന്നൊന്നായി മോദിയും BJPയും പുറത്തെടുക്കുന്നത് കാണാനാണ് രാജ്യം കാത്തുനിൽക്കുന്നത്.